വൈഫ് അവരൊക്കെ എവിടെയാണെന്നുള്ളത്. ആമി ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, സുഖമായിട്ട് പോകുന്നു. ഞങ്ങൾ ഇന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ അവർക്ക് ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ട് ആണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള പ്രിപ്പറേഷനിലാണ്. കുറേ പേര് അവർക്ക് അറിയാൻ ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് തിരക്കായിട്ടാണ് ഇങ്ങനെ പറയാൻ ഡിലേ ആയി പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മുടെ സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിനന്ദനങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ അറിയിച്ചു. അതോടൊപ്പം തന്നെ കുറേ പേര് അവർക്ക് അറിയാൻ ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് തിരക്കായിട്ടാണ് ഇങ്ങനെ പറയാൻ ഡിലേ ആയി പോയത് കേട്ടോ. ഒക്കെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരായതുകൊണ്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പുതിയ വീടുണ്ടാക്കിയ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്താണ് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചത്. കൂടുതൽ പേരും ചോദിക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ആമി വൈഫ് അവരൊക്കെ എവിടെയാണെന്നുള്ളത്. ആമി ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, സുഖമായിട്ട് പോകുന്നു. ഞങ്ങൾ ഇന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ അവർക്ക് ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ട് ആണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞങ്ങൾ അതിനിങ്ങനെ ഒരുങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആമി ഓൾറെഡി ഉള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും വൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംസാരിക്കാനോ അത്തരം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇനിയും പങ്കുവെക്കാനോ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, വേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. മാത്രമല്ല നമ്മളിങ്ങനെ അതന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മൾ റീച്ചിന് വേണ്ടി അതന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് തോന്നാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അന്ന് അത്യാവശ്യ ഘട്ടത്തിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും പിന്നെ നമ്മളതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻസും വീഡിയോയിലൂടെ പറയാതിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല ഒരു റീച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ അന്ന് ഇട്ടതെങ്കിൽ നമ്മൾ പിന്നെയും അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മളതൊന്നും ചെയ്യാത്തത് നമ്മളെ ഉദ്ദേശം അതല്ലാത്തത് കൊണ്ടാണ്. എന്ന് പറയുന്നത് എല്ലാവരും നിങ്ങളുടെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് അത് ചെയ്യണം. കുറേ പേര് കാണാൻ ആഗ്രഹം പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു അത്, ഹോം ടൂർ കാണുന്നുള്ളത്. അത് നമ്മുടെ വീട്ടിലെ കുറച്ചുകൂടി അകത്ത് പണികളൊക്കെ ബാക്കിയുണ്ട്, വേറെ റൂമുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് ഭംഗിയായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം നമുക്ക് താമസിക്കുന്ന രീതിയിലേക്ക് മാത്രം വീട് ചെയ്തിട്ടുള്ളൂ. കയറി വരുന്ന ഹാളും ഭക്ഷണം കഴിക്കുന്ന ഏരിയ മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി റൂമുകളിലേക്കുള്ള ഫർണിച്ചറൊന്നും നമ്മൾ റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല, അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, പഴയ വീട് നല്ല ഭംഗിയുണ്ടല്ലോ, എന്തിനാണ് പിന്നെ അത് ചെറിയ വീടൊന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും കാലം എനിക്ക് 32 33 വയസ്സാകുന്ന കാലം വരെ നമ്മൾ ജീവിച്ച വീട് അത് തന്നെയാണ്. നമ്മൾ ഹാപ്പി ആയിരുന്നു. പക്ഷെ നമ്മൾ കുറേ അവാർഡുകളും നമുക്കതുപോലെ നമ്മുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അതിനുള്ള സൗകര്യം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ എല്ലാ കപ്പുകളൊക്കെ നമ്മളൊരു ബോക്സിനകത്താക്കിയിട്ടൊക്കെ സൂക്ഷിച്ച് വെച്ചത്. അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ നല്ല ഭംഗിയുള്ള രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കാണുന്ന ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആ ഒരു ആഗ്രഹമാണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചത് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു വീടാണ്. ആ വീട് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും, നമുക്കറിയാം. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പഴയ വീടിൻ്റെ അങ്ങനത്തെ ഒരു വീട് പോലും ഞങ്ങൾക്കില്ല എന്നൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും അത് നമുക്ക് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കും തന്നെ വേറെ വീട് വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ വീടൊന്നും പൊളിക്കാതെ ആ വീട് അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ വേറെ വീട് വെക്കാമായിരുന്നു. പക്ഷെ നമുക്ക് വേറെ വീട് വെക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ വീട് നമ്മൾ പൊളിച്ചിട്ട് അവിടെ ഇങ്ങനൊരു വീട് വെച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ആ ഒരു വീട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ തരാവുന്നതാണ്, നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ എത്ര സഹോദരങ്ങളാണെന്നുള്ളത്. ഞങ്ങൾ 7 മക്കളുണ്ട്. ഞങ്ങൾ 4 ആൺകുട്ടികളും 3 പെൺകുട്ടികളാണ്. അപ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞു. ഞാൻ 5ാമതായിരുന്നു. എനിക്ക് ശേഷം 2 അനിയന്മാരുണ്ട്, അവരെ കല്യാണം കഴിഞ്ഞു, സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ നാട്ടിലുണ്ട്. ഒരു ബ്രദർ പുറത്താണ്, വിദേശത്താണ്. പിന്നെ 3 സഹോദരിമാരുണ്ട്, അവരെ കല്യാണം കഴിഞ്ഞു, മക്കളൊക്കെ ആയിട്ട് അവരുടെ കുടുംബജീവിതം വളരെ സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ള സമയത്ത് ഞങ്ങൾക്ക് ഒരു ചെറിയ വീട്, ഞങ്ങൾക്ക് താമസിക്കാൻ പോലും സൗകര്യമില്ലാത്തൊരു വീടായിരുന്നു എല്ലാവരും കൂടുന്ന സമയത്ത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് എല്ലാവർക്കും സമാധാനമായിട്ട് ഉറങ്ങാൻ സൗകര്യമുള്ള ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സമാധാനമാണ്, സന്തോഷമാണ്. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് സ്ഥിരമായിട്ട് എന്താ വീഡിയോസ് ഇടാത്ത, വീട്ടിലെ ഫാമിലി അംഗങ്ങളൊക്കെ പരിചയപ്പെടുന്ന വീഡിയോസ് എന്താ ഇടാത്ത, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഒന്നാമത് എന്താ വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമും നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എൻഗേജ് ആവാൻ കഴിയാതെ പോയതാണ്. മാത്രമല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്, ഏകദേശം വർഷത്തോളമായിട്ട് നമ്മൾ ഫാമിലി ആയിട്ട്, ഞാൻ ഫാമിലി മോള് ഞങ്ങളുടെ അങ്ങനത്തെ വീഡിയോസ് ഇടാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. അതിനുള്ള കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറേ കാലം വീഡിയോ എന്നൊക്കെ മാറി നിന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുമ്പോൾ അത്തരം പഴയ കഥകൾ തന്നെ വീണ്ടും പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. ഏറ്റവും സന്തോഷമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്ത് അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചപ്പോൾ ഒരുപാട് പ്രാർത്ഥനയോടുകൂടി നിങ്ങളെൻ്റെ കൂടെ നിന്നു എന്നുള്ളത് തന്നെയാണ്. അതെൻ്റെ ഒരു വലിയ എന്താ പറയുക അഭിമാനമാണ്, എൻ്റെ ഒരു വലിയ അഹങ്കാരമാണ്. ഇത്രയും പ്രേക്ഷകർ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്. നമുക്കറിയാം യൂട്യൂബിൽ ഏകദേശം 11 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 11 ലക്ഷം ആളുകളോളം
നിങ്ങളുടെ പ്രാർത്ഥനകളും ഈ 11 ലക്ഷം ആളുകളുടെ സ്നേഹവും ഉണ്ടെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകണം, കാരണം മോള് കൂടെയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് അല്ലേ. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഉമ്മാക്കും ഉപ്പാക്കും നല്ലൊരു വീട്. ആ വീടിന് നമ്മൾ മക്കൾ കാരണമാകണം എന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ടാണ് ഒരു വീടാകുന്ന സമയത്ത് ആദ്യം നിങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെച്ചത്. കാരണം നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനവും എൻ്റെ ഹാപ്പി ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും എൻ്റെ അത്തരം പ്രൊമോഷൻസിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് എനിക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു വീട് വെക്കാൻ ഹെൽപ്പാക്കി, അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് ഉപ്പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു സന്തോഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇനിയും മുന്നോട്ട് പോകണം. ഇനി കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഷിഹാബിൻ്റെ വീട് എവിടെ നിൽക്കുന്നത്. ഞാനിപ്പോൾ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ അപ്പാർട്ട്മെൻറ്റിൽ റെൻറ്റിനാണ് താമസിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം വീടിൻ്റെ വീഡിയോസ് കിടുന്നത് ഞാൻ റെൻറ്റിന് താമസിക്കുന്ന വീട്ടിലെ വീഡിയോസാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ തന്നെയാണ് അധികം ഉണ്ടാവാറുള്ളത്. പിന്നെ ഇൻഷാ അല്ലാ നമുക്കൊരു വീടൊക്കെ വെക്കണം, സന്തോഷമുള്ള നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം. മോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മോളെ പഠനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. അവളുടെ ഒരു ഫ്യൂച്ചർ, അതാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം. ഇൻഷാ അല്ലാ ദുബായിൽ വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും കാണാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള യാത്രയിൽ എൻ്റെ ഓരോ നിമിഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം തന്നെയാണ് എന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ വേറൊരു വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് കാണാം. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.